ഇതാണ് നമ്മുടെ ഗ്രാൻഡ് വിറ്റാര സ്ട്രോങ് ഹൈബ്രിഡ് വെഹിക്കിൾ എന്ന് പറയുന്നത്. ആൽഫ ക്യാമറയാണ് ഈ ഒരു വണ്ടിക്ക് നമുക്ക് കിട്ടുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഫുൾ ടാങ്കിൽ നമ്മുടെ ഗ്രാൻഡ് വിറ്റാര സ്ട്രോങ് ഹൈബ്രിഡ് വെഹിക്കിളിന് 1200 കിലോമീറ്റർ ആണ് സഞ്ചരിക്കാൻ കഴിയുന്നത്. അതുപോലെ നമുക്ക് ഈ വണ്ടിയിൽ ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് നമുക്ക് അവൈലബിൾ ആണ്. ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫുൾ ടാങ്കിൽ ഏറ്റവും കൂടുതൽ കിലോമീറ്റർ സഞ്ചരിക്കുന്ന കാർ അതാണ് നമുക്ക് ഗ്രാൻഡ് വിറ്റാര സ്ട്രോങ് ഹൈബ്രിഡിന്റെ ഒരു റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഡിസ്പ്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ ഫോണൊക്കെ ഈ ഒരു വണ്ടിയിൽ നമുക്ക് വയർലെസ് ആയിട്ട് ചാർജ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. EV മോഡലും പെട്രോൾ മോഡലും ഈ വണ്ടിക്ക് പോകാൻ പറ്റും. കാര്യങ്ങളൊന്നും തന്നെ ആവശ്യമില്ല. വണ്ടി സെൽഫ് ചാർജിംഗ് ആണ് വരുന്നത്. ഈ ഡിസ്പ്ലേയും ഈ ഒരു വേരിയന്റ് അവൈലബിൾ ആണ്. അതെ, പനോറമിക് സൺറൂഫ് ഈ സെഗ്മെന്റിൽ ആദ്യമായിട്ടാണ് പനോറമിക് സൺറൂഫ് ഇന്റർവ്യൂ ആണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 1,75,000 രൂപ വരെയുള്ള കൺസ്യൂമർ ഓഫറും അതുപോലെ തന്നെ 5 വർഷത്തെ വാറന്റി തീർത്തും ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് എന്റെ കൂട്ടത്തിൽ ലഭിക്കുന്നത്. നമസ്കാരം, എൻ്റെ പേര് നിജു. ഞാൻ പോപ്പുലർ മാരുതി നെക്സയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇയർ എൻഡിംഗ് ഓഫേഴ്സ് പ്രമാണിച്ച് നമ്മൾ കിളിമാർ ഗ്രൗണ്ടിൽ ഒരു ഡിസ്പ്ലേ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്പ്ലേ ഡയറക്റ്റ് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പോപ്പുലർ നെക്സയുടെ ഇയർ എൻഡിംഗ് ഓഫേഴ്സും അതുപോലെ തന്നെ ഡെമോ വെഹിക്കിൾസും ടെസ്റ്റ് ഡ്രൈവ് എല്ലാം തന്നെ ഇവിടെ ഡിസ്പ്ലേയിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഡയറക്റ്റ് ഡിസ്പ്ലേയിലോട്ട് തന്നെ വരാം. ഇതാണ് നമ്മുടെ ഗ്രാൻഡ് വിറ്റാര സ്ട്രോങ് ഹൈബ്രിഡ് വെഹിക്കിൾ എന്ന് പറയുന്നത്. ആൽഫ പ്ലസ് വേരിയന്റ് ആണ് ഈ കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൽ നമുക്കുള്ള മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് ഹൈബ്രിഡ് ആണ്. അതായത് EV മോഡലും പെട്രോൾ മോഡലും ഈ വണ്ടിക്ക് പോകാൻ പറ്റും. നമുക്ക് എക്സ്റ്റൻലി ഒരു ചാർജിംഗ് പോർട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ല. വണ്ടി സെൽഫ് ചാർജിംഗ് ആണ് വരുന്നത്. ഈ ഒരു ഗ്രാൻഡ് വിറ്റാര ഈ സ്ട്രോങ് ഹൈബ്രിഡ് വെഹിക്കിളിൽ സെൽഫ് ചാർജിംഗ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രൈവ് ടൈമിന്റെ ഒരു 60% വരെയും നമുക്ക് EV മോഡിൽ തന്നെ ഈ വണ്ടിയിൽ പോകാൻ പറ്റും. അപ്പോൾ അത്രയും നമുക്ക് ഫ്യൂൽ കൺസംഷൻ വളരെ കുറവായിരിക്കും ഈ വണ്ടിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് 27.97 ആണ്. പക്ഷെ അതിന് മുകളിൽ കിട്ടുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്കുണ്ട്. അതായത് നമ്മുടെ ഒരു ഡ്രൈവിംഗ് ഹാബിറ്റ് അനുസരിച്ചായിരിക്കും ഈ വണ്ടിയുടെ ഒരു മൈലേജ് എന്ന് പറയുന്നത്. മിനിമം നമുക്ക് 27.97 ആണെങ്കിൽ പോലും അതിൽ കൂടുതലായിട്ട് അതായത് 33 ഒക്കെ കിട്ടുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്കുണ്ട്. നമ്മുടെ ഗ്രാൻഡ് വിറ്റാര സ്ട്രോങ് ഹൈബ്രിഡ് വേരിയന്റിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് ഒരു ഫുൾ ടാങ്കിൽ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന കാർ എന്നുള്ള റെക്കോർഡ് നമ്മുടെ ഗ്രാൻഡ് വിറ്റാരയ്ക്ക് സ്വന്തമാണ്. ഒരു ഫുൾ ടാങ്കിൽ 1200 കിലോമീറ്റർ ആണ് ഈ ഒരു വണ്ടി സഞ്ചരിക്കുക. അതുപോലെ ഈ ഒരു വെഹിക്കിൾ നമുക്ക് ലഭിക്കുന്നത് ഫുള്ളി ഓപ്പൺ ആയിട്ട് വരുന്ന പനോറമിക് സൺറൂഫ്. ഈ സെഗ്മെന്റിൽ ആദ്യമായിട്ടാണ് പനോറമിക് സൺറൂഫ് നമുക്ക് വന്നിട്ടുള്ളത്. നമുക്ക് ഗ്രാൻഡ് വിറ്റാരയിൽ നമുക്ക് വരുന്നത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആണ്. അതുപോലെ നമുക്ക് അവൈലബിൾ ആണ്. അതായത് നമുക്ക് ഡ്രൈവിംഗ് ടൈമിൽ നമുക്ക് റോഡിൽ നിന്നുള്ള കോൺസെൻട്രേഷൻ പോകാതെ തന്നെ നമ്മുടെ ഡ്രൈവിംഗ് സ്പീഡ് അതുപോലെ തന്നെ നാവിഗേഷന്റെ ലെഫ്റ്റ് റൈറ്റ് ടേൺ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ ഒരു ടൈം ഇതെല്ലാം തന്നെ നമുക്ക് ഈ ഒരു ഹെഡ് അപ്പ് ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ 360 വ്യൂ ക്യാമറയാണ് ഈ ഒരു വണ്ടിക്ക് നമുക്ക് കിട്ടുന്ന പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമുക്ക് സറൗണ്ടിങ് കൃത്യമായിട്ട് കണ്ട് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഡ്രൈവിനും അല്ലെങ്കിൽ പാർക്കിങ്ങിന് സഹായിക്കുന്ന തരത്തിലുള്ള 360 വ്യൂ ക്യാമറ ഈ വണ്ടിയിൽ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് നമ്മുടെ ഫോണൊക്കെ ഈ ഒരു വണ്ടിയിൽ നമുക്ക് വയർലെസ് ആയിട്ട് ചാർജ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇതിൽ നമുക്ക് ഡ്രൈവ് മോഡ് കാണുന്നുണ്ട്. ആ ഡ്രൈവ് മോഡ് എന്തൊക്കെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? ഓക്കെ, ഡ്രൈവ് മോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ 3 മോഡ് അവൈലബിൾ ആണ്. ഒന്ന് EV മോഡ് ഉണ്ട്, പിന്നെ അതിന് ഇക്കോ മോഡ് ഉണ്ട്, പിന്നെ പവർ മോഡ് ഉണ്ട്. അതിൽ EV മോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഫ്യൂൽ കൺസംഷൻ നമുക്ക് കുറഞ്ഞിരിക്കുന്ന EV മോഡിലാണ്. കാരണം നമുക്ക് ബാറ്ററിയിലായിരിക്കും EV മോഡിലായിരിക്കും വണ്ടി ഓടുക, ബാറ്ററിയിലായിരിക്കും ഓടുക, പെട്രോൾ എടുക്കില്ല വണ്ടി. പിന്നെ അതുപോലെ തന്നെ അടുത്തായിട്ട് വരുന്നതാണ് പവർ മോഡ്. അത് കുറച്ച് സ്പോർട്ടി ഡ്രൈവ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പവർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പവർ മോഡ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ വരുന്നതാണ് ഇക്കോ മോഡ് എന്ന് പറയുന്നത്. നമുക്ക് ഡെയിലി യൂസിനും കാര്യങ്ങൾക്കും അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഇക്കോ മോഡ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് EV മോഡും നമുക്ക് എങ്ങനെയാണെങ്കിലും ഉപയോഗിക്കാം. അതായത് നമുക്ക് ഡെയിലി യൂസിന് ഉപയോഗിക്കുന്നതാണ് EV മോഡും ഇക്കോ മോഡും. അതായത് നോർമലായിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഓടിക്കാൻ പറ്റിയ ഒരു മോഡ് എന്ന് പറയുമ്പോൾ നോർമലായിട്ട് നമുക്ക് സമാധാനമായിട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് EV മോഡോ ഇക്കോ മോഡോ മതി. പിന്നെ ഈ പവർ മോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു എനർജറ്റിക് ആയിട്ട് ഡ്രൈവ് ചെയ്യണം, അല്ലെങ്കിൽ സ്പോർട്ടി ഡ്രൈവ് യങ്സ്റ്റേഴ്സ് ആ ഒരു ടൈപ്പിൽ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് പവർ മോഡ് വരുന്നത്. യങ്സ്റ്റേഴ്സിന് മാത്രമല്ല ഏത് പ്രായത്തിലുള്ളവർക്കും ആ രീതിയിൽ വണ്ടി ഓടിക്കുക, അത് കുഴപ്പമില്ല. എങ്കിലും ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പൊ നമുക്ക് ഇതിലോട്ട് മൈലേജിന്റെ വ്യത്യാസങ്ങൾ വല്ലതും വരും? ഈ ഓരോ മോഡ് മാറുന്നതനുസരിച്ച് മൈലേജിൽ വ്യത്യാസം വരും. നമ്മൾ എത്രത്തോളം EV മോഡിൽ ഓടിക്കുന്നു അത്രത്തോളം നമുക്ക് കൂടുതൽ മൈലേജ് നമുക്ക് കിട്ടും, EV മോഡും ഇക്കോ മോഡും. പക്ഷെ നമ്മൾ പവർ മോഡിലോട്ട് പോകുമ്പോഴത്തേക്കും ചെറിയൊരു മൈലേജിന് ഡ്രോപ്പ് വരും. എങ്കിലും ഭയങ്കരമായ ഡ്രോപ്പ് ഒന്നും വരില്ല. എങ്കിലും EV മോഡിനെ ഇക്കോ മോഡിനെ അപേക്ഷിച്ച് നമുക്ക് ഈ ഒരു പവർ മോഡിൽ വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ മൈലേജ് കുറവായിരിക്കും. പക്ഷെ പുള്ളിങ്ങും പവറും ടോർക്കും എല്ലാം തന്നെ കൂടുതലായിരിക്കും. നമ്മളെ ഒരുപാട് വണ്ടികളിൽ സൺറൂഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ, നമുക്ക് ഈ ഒരു വണ്ടിയിലോട്ട് വരുമ്പോൾ സൺറൂഫിന്റെ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാൻഡ് വിറ്റാര സ്ട്രോങ് ഹൈബ്രിഡിൽ വരുന്ന ഈ ഒരു സൺറൂഫ് നമ്മുടെ സെഗ്മെന്റിൽ ആദ്യമായിട്ട് നമ്മൾ മാരുതി അവതരിപ്പിച്ച സൺറൂഫാണ്. അതായത് നമ്മുടെ ഇത് പനോറമിക് സൺറൂഫാണ് വരുന്നത്. എന്ന് പറയുമ്പോൾ ഫുള്ളി ഓപ്പൺ ആയിട്ട് പോകുന്ന ഒരു സൺറൂഫാണ്. നമുക്ക് ഫ്രണ്ട് തൊട്ട് ബാക്ക് വരെ ഓപ്പൺ ആക്കാം ഈ സൺറൂഫ് എന്ന് പറയുമ്പോൾ. ഇതിപ്പോ അതിന്റെ കർട്ടൻ മാത്രമാണ് മാറിയിട്ടുള്ളത്. ഇനി അതിന്റെ ഗ്ലാസ് കൂടി നമുക്ക് തുറന്ന് പൂർണ്ണമായിട്ട് നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റും. അടിപൊളി.
നല്ലൊരു ഫീച്ചറാണ് ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, കട്ട മാത്രമായിട്ട് വേണമെങ്കിൽ മാറ്റി അല്ലേ? അതെ അതെ അതെ. സീറ്റ് നല്ല കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ ഈ സീറ്റിന്റെ ഒരു പ്രത്യേകത കൂടെ ഒന്ന് പറയാമോ? എന്തൊക്കെയാണ് സീറ്റിന്റെ പ്രത്യേകത? ഈ ഒരു വേരിയന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒന്ന് നമുക്ക് വെന്റിലേറ്റർ സീറ്റാണ് വരുന്നത്, അതുപോലെ ലെതേർഡ് സീറ്റാണ് വരുന്നത്. അതുപോലെ നമുക്ക് സ്റ്റിയറിംഗ് വീൽ അല്ലെങ്കിൽ ലെതർ റാപ്പിഡ് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ ഡിസ്പ്ലേയുടെ കാര്യങ്ങളൊന്നും ഈ ഡിസ്പ്ലേ നമുക്ക് 9" ഡിസ്പ്ലേ ആണ് നമുക്ക് വണ്ടിയിൽ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് സുസുക്കി കണക്ട് അവൈലബിൾ ആണ്. സുസുക്കി കണക്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വണ്ടി നമുക്ക് ഫോൺ വഴി മാനേജ് ചെയ്യാം. ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ സുസുക്കി കണക്ട് അതാണ് സംഭവം എന്ന് പറഞ്ഞാൽ. അതായത് നമുക്ക് ഫോണിൽ തന്നെ നമുക്കിപ്പോൾ ഒരു വണ്ടി നമ്മുടെ വണ്ടി ലൊക്കേറ്റ് ചെയ്യാം. അതുപോലെ നമ്മുടെ വണ്ടിയുടെ സർവീസ് മെയിൻ്റെനൻസ് കിട്ടും. അതുപോലെ ഇപ്പോൾ ബ്രോ ഒരു വണ്ടി ഒരു വെയിലത്ത് പാർക്ക് ചെയ്തിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ നോർമലി ഭയങ്കര ചൂടായിരിക്കും നമ്മൾ വരുന്ന സമയത്ത്. പക്ഷെ ആ ഒരു സമയത്ത് നമ്മളിപ്പോൾ ഈ ഒരു സുസുക്കി കണക്ട് ഉണ്ടെങ്കിൽ നമുക്ക് റിമോട്ട് വഴി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് AC ഓണാക്കി ഇടാൻ പറ്റും. AC ഓണാക്കി ഇടുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ചൂട് കുറഞ്ഞിരിക്കും വണ്ടിയിൽ കയറുന്ന സമയത്ത്. പിന്നെ അതുപോലെ നമുക്ക് ഈ വണ്ടിയിൽ ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് നമുക്ക് അവൈലബിൾ ആണ്. ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു സിഗ്നലോ കാര്യങ്ങളൊക്കെ ചെന്നിട്ട് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വണ്ടി നിർത്തിയിടുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് എഞ്ചിൻ ഐഡിലാവും, അതായത് എഞ്ചിൻ അങ്ങ് ഓഫ് ആവും. അത് കഴിഞ്ഞ് നമ്മൾ എപ്പോഴാണോ ആക്സിലേറ്ററിൽ കാല് കൊടുക്കുന്നത് അല്ലെങ്കിൽ ബ്രേക്കിന് കാല് എടുക്കുന്നത് ആ ഒരു ടൈമിൽ മാത്രമായിരിക്കും വണ്ടി പിന്നെ ഓൺ ആവുക. അത് നമ്മുടെ ഫ്യൂൽ സേവ് ചെയ്യാനായിട്ടുള്ള ഒരു ഫീച്ചറായിട്ടാണ് ഈ വണ്ടിയിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് ഇന്ത്യയിലെ അഡ്ജസ്റ്റബിൾ സൈഡ് മിറേഴ്സ് ആണ് വരുന്നത്. അതുതന്നെ ഓട്ടോ ഫോൾഡിംഗ് ആണ് സൈഡ് മിറേഴ്സ് വരുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഹെഡ് അപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട്, 9" സ്ക്രീൻ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്. പിന്നെ ഡ്രൈവർ സൈഡ് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് അങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് വണ്ടിയിൽ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ എഞ്ചിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒന്നും എന്താണെന്നുള്ളത്. ഇതിന്റെ എഞ്ചിൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 1.5 ലിറ്ററിന്റെ 3 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. അതായത് ഹൈബ്രിഡ് എഞ്ചിനാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് പെട്രോളും EV മോഡ് ഉപയോഗിച്ച് ഓടുന്ന എഞ്ചിനാണ് നമുക്ക് ഈ ഒരു ഗ്രാൻഡ് വിറ്റാര സ്ട്രോങ് ഹൈബ്രിഡിൽ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്റീരിയർ എല്ലാം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യുവൽ ടോൺ ഇന്റീരിയർ ആണ് വരുന്നത്. ഷാമ്പയിൻ കളറും പിന്നെ അതുപോലെ തന്നെ ബ്ലാക്ക് കളറും കൂടി ചേർന്ന ഒരു ലക്ഷറി ഫീൽ തരുന്ന ഒരു ഇന്റീരിയർ ആണ് നമുക്ക് ഗ്രാൻഡ് വിറ്റാരയ്ക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഗ്രാൻഡ് വിറ്റാര സ്ട്രോങ് ഹൈബ്രിഡിന്റെ നമ്മുടെ ക്ലസ്റ്റർ ഡിജിറ്റൽ ക്ലസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുന്ന ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു വണ്ടിയിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഇതിൽ ഈ പറയുന്ന പോലെ നമ്മുടെ കിലോമീറ്റർ അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഈ എനർജി ഫ്ലോ, അതായത് നമ്മുടെ വണ്ടിയുടെ ഈ EV മോഡ് പെട്രോൾ മോഡോ കൊണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിന്റെ ബാറ്ററിയുടെ എനർജി ഫ്ലോ കാര്യങ്ങളെല്ലാം തന്നെ എങ്ങനെയാണെന്നുള്ള നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും. പിന്നെ ഫ്യൂൽ എക്കണോമി, അതുപോലെ തന്നെ നമുക്ക് റേഞ്ച് കാര്യങ്ങളെല്ലാം തന്നെ ഈ ഡിസ്പ്ലേയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ടെമ്പറേച്ചർ യൂണിറ്റ്, ഫ്യൂൽ എക്കണോമി കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് അവൈലബിൾ ആണ്. സേഫ്റ്റിയുടെ സൈഡ് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് 6 എയർ ബാഗ് ഈ ഗ്രാൻഡ് വിറ്റാര വണ്ടിയിൽ നമുക്ക് അവൈലബിൾ ആണ്. അതായത് ഡ്രൈവർ സൈഡ്, കോ ഡ്രൈവർ സൈഡ്, അതുപോലെ തന്നെ നമ്മുടെ ഈ 2 സീറ്റിന്റെ സൈഡിൽ ഓരോ എയർ ബാഗ്, പിന്നെ അതുപോലെ 2 കർട്ടൻ എയർ ബാഗ്, അങ്ങനെ മൊത്തത്തിൽ 6 എയർ ബാഗ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ അവൈലബിൾ ആണ്. ഇതാണ് നമ്മുടെ ഗ്രാൻഡ് വിറ്റാര സ്ട്രോങ് ഹൈബ്രിഡിന്റെ വിശാലമായ റിയർ സൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല ലെഗ് റൂമും അതുപോലെ ഹെഡ് റൂമും കാര്യങ്ങളെല്ലാം കിട്ടുന്ന റിയർ AC വെന്റ് കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു വണ്ടിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ക്യാബിനാണ് നമുക്ക് ഗ്രാൻഡ് വിറ്റാര സ്ട്രോങ് ഹൈബ്രിഡിന് കിട്ടുന്നത്. അപ്പോൾ ഇത്രയധികം ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം ഉള്ള നമ്മുടെ ഈ ഗ്രാൻഡ് വിറ്റാര സ്ട്രോങ് ഹൈബ്രിഡ് വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ടൈമാണ് ഇത്. കാരണം നമുക്ക് ഇയർ എൻഡിങ് ഓഫറും കാര്യങ്ങളെല്ലാം, അതായത് ക്രിസ്മസ് പ്രമാണിച്ചുള്ള ഓഫറുകളും കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ റണ്ണിംഗ് ആണ്. അതുപോലെ തന്നെ ജനുവരിയിൽ പ്രൈസ് ഹൈക്ക് വരികയാണ്. up to 4% വരെ നമുക്ക് വണ്ടികളുടെ എല്ലാം തന്നെ വില ഹൈക്ക് ആവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രാൻഡ് വിറ്റാര സ്ട്രോങ് ഹൈബ്രിഡിനൊക്കെ നല്ല രീതിക്ക് വില മാറും, എക്സ്ഷോറൂമിൽ വില മാറും. അതനുസരിച്ച് തന്നെ നമുക്ക് റോഡ് ടാക്സ്, ഇൻഷുറൻസ് എല്ലാം തന്നെ വ്യത്യാസപ്പെടും. അന്നേരത്തേക്ക് നല്ലൊരു പ്രൈസ് ഹൈക്കിലോട്ടാണ് നമുക്ക് പോകുന്നത് ജനുവരിയിലോട്ട്. അപ്പോൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡിസംബറാണ് ഏറ്റവും ബെസ്റ്റ് മന്ത് എന്ന് പറഞ്ഞാൽ പർച്ചേസ് ചെയ്യാനായിട്ട്. റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾ. ഈ ഒരു ഡിസംബർ മാസത്തിൽ നിങ്ങൾ ഗ്രാൻഡ് വിറ്റാര സ്ട്രോങ് ഹൈബ്രിഡ് ലഭിക്കുന്നത് 1,70,75,000 രൂപ വരെയുള്ള കൺസ്യൂമർ ഓഫറും അതുപോലെ തന്നെ 5 വർഷത്തെ വാറന്റി തീർത്തും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എൻ്റെ കൂട്ടത്തിൽ ലഭിക്കുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പോപ്പുലർ മാരുതി നെക്സ. അപ്പോൾ നിലവിൽ ഈ ഡിസ്പ്ലേ വരുന്നത് കിളിമാനൂർ ബസ് സ്റ്റാൻഡ് അടുത്തുള്ള ഗ്രൗണ്ടിലായിട്ടാണ്. അപ്പം December 22 വരെ ഉണ്ട്. അപ്പോൾ ഇന്ന് December 20 ആണ്. ഇപ്പോൾ 2 ഡേയ്സും കൂടെ ഇനിയിപ്പോൾ ഉള്ളൂ. പക്ഷേ മുതൽ വാഹനങ്ങൾ വിലയിൽ തന്നെ വളരെ വലിയ ഹൈക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ സമയങ്ങളിൽ ബുക്കിംഗ് കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ തന്നെ ഇപ്പം ഗ്രാൻഡ് വിറ്റാര ഹൈബ്രിഡിൽ തന്നെ 1.75 lakh കൺസ്യൂമർ ഓഫർ ഉണ്ട്. അപ്പോൾ അതും കൂടെ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇവർ ഓഫീസ്, അതായത് ഷോറൂം വരുന്നത് BMG ജംഗ്ഷനിലാണ്. അവിടെ ഡയറക്റ്റ് ഈ ഒരു ഡിസ്പ്ലേ കഴിഞ്ഞാൽ അവിടെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തിട്ട് ചെയ്യാൻ കഴിയും.